ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ സെക്ഷനകത്തുള്ളത് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്ററാണ്. നമ്മൾ ഹിൽബർട്ട് സ്പേസിനകത്ത് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനാണ് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി അതിന് മുമ്പ് നമുക്കറിയാം ഒരു ഹിൽബർട്ട് സ്പേസിന് ഇപ്പം നമുക്കൊരു ക്ലോസ് സബ് സ്പേസ് ഉണ്ടെങ്കിൽ അതിനെയും അതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെന്റ്, അതായത് അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള എലമെന്റ്സിന്റെ കളക്ഷൻ, അതിന്റെ ഡയറക്റ്റ് സം ആയിട്ട് എഴുതാൻ സാധിക്കും. ഇപ്പം ഇങ്ങനെയുള്ളൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ചിലുള്ള ഏതൊരു എലമെന്റ് എക്സ് എടുത്തു കഴിഞ്ഞാലും ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സം ഓഫ് വൈ പ്ലസ് ഇസഡ് എന്ന യുണീക്ക് വേ. യുണീക്ക് ആയിരിക്കും, ഈ വൈയും ഇസഡും യുണീക്ക് ആയിരിക്കും. സോ യുണീക്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, വേർ യുവർ വൈ എലമെന്റ് ഓഫ് വൈ ആൻഡ് യുവർ ഇസഡ് എലമെന്റ് ഓഫ് വൈ പെർ. ഓക്കെ, സോ ഈ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോ ഇറ്റ് ഈസ് ആക്ച്വലി ഫ്രം എച്ച് ടു എച്ച് ആണ്. പക്ഷേ ഇൻ പ്രാക്ടീസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് എച്ചിൽ നിന്ന് കംപ്ലീറ്റ് എല്ലാത്തിനും കൊണ്ട് വൈയിൽ ഇടുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി പി ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഓൾവേസ് ഗെറ്റ് വൈ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ദ പ്രൊജക്ഷൻ ഓപ്പറേറ്റർ. ഓക്കെ, സോ ഇപ്പോൾ വൈയിലുള്ള ഒരു എലമെന്റിന്റെ ആണ് പ്രൊജക്ഷൻ എടുക്കുന്നതെങ്കിൽ പി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വൈ തന്നെയാവും. അതുപോലെ തന്നെ ഇസഡിലുള്ള ഒരു എലമെന്റിന്റെ ആണ് പ്രൊജക്ഷൻ എടുക്കുന്നതെങ്കിൽ ദാറ്റ് മീൻസ് അത് വൈയിൽ കിടക്കുന്ന, അപ്പോൾ ഇസഡിനെ എനിക്ക് സീറോ പ്ലസ് ഇസഡ് എന്ന് എഴുതാം. സോ ഓട്ടോമാറ്റിക്കലി അത് സീറോ ആവും. സോ ആക്ച്വലി നിങ്ങളുടെ ഈ വൈപ്പർപ്പ് ആയിരിക്കും അതിന്റെ നൾ സ്പേസ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, വൈപ്പർപ്പിലുള്ള ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഇമേജ് സീറോ ആയിരിക്കും. ആൻഡ് മോർ ഓവർ ഈ പീനെ ഞാനിപ്പം വൈയിലേക്ക് റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് പി ഓഫ് വൈ, വൈയിലുള്ള ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ഓൾവേസ് വിൽ ബി ഗെറ്റിംഗ് വൈ. സോ ബേസിക്കലി പി റെസ്ട്രിക്റ്റഡ് ടു വൈ ഈസ് ജസ്റ്റ് ദ ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആയിരിക്കും വരാൻ പോകുന്നത്. സോ ഇങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് പ്രൊജക്ഷൻ ഓപ്പറേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം പി സ്ക്വയർ, സോ ബേസിക്കലി പി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, അതായത് പി ഓഫ് പി ഓഫ് എക്സ്. ഓക്കെ, സോ പി ഓഫ് എക്സ്, ഇപ്പം എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ പ്ലസ് ഇസഡ് ആണെങ്കിൽ പി ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, വൈ വരും. സോ അഗെയിൻ ഇഫ് യു ടേക്ക് പി ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, സോ ഇറ്റ് ഈസ് ആക്ച്വലി പി ഓഫ് വൈ. പക്ഷേ ഈ വൈ ഓൾറെഡി വൈയിലാണ് കിടക്കുന്നത്. സോ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് ആസ് വൈ ഉള്ളി. സോ ദാറ്റ് മീൻസ് ഇവിടെ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി എന്നുള്ള പ്രോപ്പർട്ടി കൂടെ അഡീഷണലി നമുക്ക് വരും. സോ ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സിനുണ്ട്. ഓക്കെ, സോ അതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ആൻഡ് മോർ ഓവർ വേറൊരു കാര്യം കൂടെ പറയാം. സോ ബേസിക്കലി എക്സിന് നമുക്കിപ്പം വൈ പ്ലസ് ഇസഡ് എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ക്യാൻ ബി റിട്ടൺ ആസ്, ചെറിയൊരു മാനിപ്പുലേഷൻ നടത്തണം, ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് എക്സ് അല്ലേ, പി ഓഫ് എക്സ്. ഇനി തിരിച്ച് എക്സ് കിട്ടാൻ വേണ്ടി ഐ ക്യാൻ നോട്ട് റൈറ്റ് ആസ് എക്സ് മൈനസ് പി ഓഫ് എക്സ്, എക്സിനെ. സോ ദാറ്റ് ഈസ് ആക്ച്വലി പി ഓഫ് എക്സ് പ്ലസ് എക്സിനെ വേണമെങ്കിൽ ഐ എന്ന് എഴുതാം, ഐ എക്സ് എഴുതാം. സോ ഐ മൈനസ് പി ഇൻറ്റു എക്സ് എന്ന് എഴുതാം. സോ ബേസിക്കലി ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, നമ്മുടെ തിയറി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാവും. സോ പി ഓഫ് എക്സ് ഈസ് ദ പി ഈസ് ദ ആക്ച്വലി ദ പ്രൊജക്ഷൻ ഫ്രം എച്ച് ഓൺ ടു വൈ ആണ്. അതേപോലെ ഐ മൈനസ് പി ഈസ് ദ പ്രൊജക്ഷൻ ഫ്രം എച്ച് ഓൺ ടു യുവർ വൈപ്പർ. സോ ഇതൊന്നും ഒരു ചുമ്മാ ഒരു ഒബ്സർവേഷൻ ഇതിൽ നിന്ന് പറയുന്നതാണ്. ഓക്കെ, സോ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ഒരു തിയറം നമ്മൾ ഇതിലേക്ക് വരാൻ പോകുന്നത് പ്രൊജക്ഷൻ ഓപ്പറേറ്റേഴ്സിൻ്റെ. സോ ബേസിക്കലി എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ എടുക്കുകയാണ് പി ഫ്രം എച്ച് ടു എച്ച്. ഓക്കെ, സോ in Hilbert space is a projection. So this is a projection. If and only if condition പറയുന്നത് is a projection if and only if, okay, P is self-adjoint and satisfies നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം പി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി, അതായത് നമ്മൾ ഐഡം പൊട്ടൻറ്റ് കണ്ടീഷൻ എന്ന് പറയും. ഐഡം പൊട്ടൻറ്റ് ഈസ് ഐഡം പൊട്ടൻറ്റ്. സോ ഇത് നമ്മൾ നേരത്തെ കാണിച്ചതാണ്. സോ സെയിം സാധനം പ്യൂർലി സാറ്റിസ്ഫൈസ്, സപ്പോസ് ഇറ്റ് ഷുഡ് ബി സെൽഫ് അഡ്ജോയിന്റ് ആൻഡ് മോർ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ പി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി. ഓക്കെ, സോ നമുക്കത് പ്രൂവ് ചെയ്യാം, എളുപ്പമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വിൽ അസ്യൂം ദാറ്റ് പി ഈസ് എ പ്രൊജക്ഷൻ. സി പി ഈസ് എ പ്രൊജക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ പി ഈസ് എ പ്രൊജക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ സോ നമുക്ക് എച്ച് ഉണ്ട്. സോ ദിസ് ഇസ് യുവർ ഹിൽബർട്ട് സ്പേസ് ആൻഡ് നമ്മുടെ വൈ ആയിട്ട് ഞാൻ പി ഓഫ് എച്ചിനെ വിളിക്കാം. സപ്പോസ് പി എഫ് എച്ച് എസ്, സോ പി എഫ് എച്ചിനെ ഞാൻ വൈ എന്ന് പറഞ്ഞായിരിക്കും ഡിനോട്ട് ചെയ്യാം. നമ്മുടെ എച്ചിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യേണ്ട വൈ പ്ലസ് വൈ പെർപ്പാക്കാൻ വേണ്ടി ഐ വിൽ ടേക്ക് പി ഓഫ് എച്ച് ആസ് യുവർ വൈ. സോ പി ഓഫ് എച്ച് വിൽ ബി കോൾഡ് യുവർ വൈ. ഓക്കെ, നൗ ഫസ്റ്റ് ഐ വിൽ പ്രൂവ് ദാറ്റ് പി സ്ക്വയർ ഈസ് ഈക്വൽ ടു പി. ഓക്കെ, വെരി സിമ്പിൾ ആണ്, ബിക്കോസ് യു നോ ദാറ്റ് പി ഓഫ് എക്സ് എടുത്തു. ഓക്കെ, സോ പി ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ആക്ച്വലി വൈ ആണെന്ന് വിചാരിക്കുക. നൗ യു ടേക്ക് p square of x, that is actually p of px, just as I showed you right now. So that is actually your p of y, but y is here only. So that means since this is a projection, you will be getting this as y. Projection നമ്മൾ assume ചെയ്യുന്നു. So this is y. Okay. Now I have to show that this is self-adjoint also. So അതും simple ആണ്. Self-adjoint ആണെങ്കിൽ you have to show that p of x1, x2, it is actually equal to x1, px2. ഇത് കാണിക്കണമല്ലോ. Okay. So അതിന് വേണ്ടിയിട്ട് x1 can be written as, you can write it as y1 plus z1, and x2 can be written as y2 plus z2, where
y1 element of your yi is element of your y and zi is element of your y per. ഇവിടെ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ p of h ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ സോ ദാറ്റ് മീൻസ് so you can start p of x1 comma x2 എന്ന് പറയും. So that is p of x1 എന്ന് പറഞ്ഞാൽ it is actually y1 comma x2 വരും അല്ലേ. ഓക്കെ സോ ദാറ്റ് ഇസ് y1 comma y2 plus z2 വരും. സോ ദാറ്റ് ഇസ് y1 y2 plus y1 z2 വരും. ബട്ട് ഇതിന്റെ പെർപെൻഡിക്കുലർ ആണ്. സോ ദാറ്റ് മീൻസ് ദിസ് ക്വാണ്ടിറ്റി വിൽ ബി സീറോ. സോ യു വിൽ ബി സിംപ്ലി ഗെറ്റിംഗ് y1 കോമ y2. ഓക്കെ ഇനി എനിക്ക് കിട്ടേണ്ടത് എന്താണ്? x1 കോമ px2 കിട്ടണം. സോ ദാറ്റ് ഈസ് ഓൾസോ സിമ്പിൾ. സോ ദാറ്റ് ഈസ് ആക്ച്വലി x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 പ്ലസ് z1 ആണ്. p of x2 എന്ന് പറഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് y2. നൗ യു അപ്ലൈ ദിസ് അഗൈൻ യു വിൽ ബി ഗെറ്റിംഗ് y1 കോമ y2 പ്ലസ് z1 comma y2 വരും. But again this is 0, so you'll be getting y1 comma y2 inner product. So that means these two quantities are same, therefore it is both self-adjoint. Projection ആണെങ്കിൽ self-adjoint ആയിരിക്കും, അതുപോലെ തന്നെ idempotent ആയിരിക്കും. p square is equal to p. Okay, so now conversely assume that this linear operator is both self-adjoint as well as idempotent. Okay, so അങ്ങനെയാണെങ്കിൽ I have to show that this is a projection. So what I'll do is that, so I'll call my y as my p of h. I'll be calling y as my p of h. I have to show that first of all y p of h closed ആണെന്ന് കാണിക്കണം. Okay, and everything can be written as പി ഓഫ് എച്ചും ഈ പറഞ്ഞ പി ഓഫ് എച്ചിന്റെ പി എച്ച് എഫിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് എല്ലാ എക്സിനും എനിക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. അത് ഏത് എക്സിനും നമുക്കൊരു യുണീക്ക് റെപ്രസെന്റേഷൻ ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് ദിസ് ഇസ് ഈക്വൽ ടു y പ്ലസ് z. ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. തിരിച്ച് പ്രൊജക്ഷൻ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ വാട്ട് ഐ ഡു ഇസ് ദാറ്റ്, നേരത്തെ നമ്മൾ ഞാൻ എഴുതി കാണിച്ചുള്ളൂ ഈ എക്സിന് നമുക്ക് ബേസിക്കലി എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് പ്ലസ് ഐ മൈനസ് പി ഓഫ് എക്സ് എന്ന് എഴുതാം. സോ ഐ വിൽ ടേക്ക് മൈ വൈ പെർ പാസ് ആക്ച്വലി ഐ മൈനസ് പി ഓഫ് എച്ച്. ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ നമുക്ക് കാണിക്കാം. സോ പി ഓഫ് എച്ച് ഐ മൈനസ് പി ഓഫ് എച്ച്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാം. സോ അതിന് സിമ്പിൾ ചെയ്യുന്ന ഒരു എലിമെന്റ് എടുക്കുക, പി ഓഫ് എച്ച് എലിമെന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. സോ സപ്പോസ് ഐ ടേക്ക് പി ഓഫ് എക്സ്, പി ഓഫ് എച്ച് കിടക്കുന്ന എലിമെന്റ് ആണ് പി ഓഫ് എക്സ്. ഓക്കെ, വേർ എക്സ് ഇസ് ഇൻ എച്ച് ആൻഡ് ഐ മൈനസ് പി ഓഫ് എച്ചിലിട്ട് കിടക്കുന്ന വേറെ എലിമെന്റ് ആണെന്ന് വിചാരിക്കുക, ഐ മൈനസ് പി ഇൻറ്റു സം അതർ എലിമെന്റ് ബി. ഓക്കെ, സോ പെർപെൻഡിക്കുലർ ആണെങ്കിൽ വൈയും വൈ പെർപെൻഡിക്കുലർ മീനിങ് ഉണ്ടെങ്കിൽ ഇതിലുള്ള ഏത് എലിമെന്റും ഇതിനകത്തുള്ള എലിമെന്റ് ഇൻ പ്രൊഡക്റ്റ് എടുത്താൽ യു വിൽ ബി ഗെറ്റിംഗ് സീറോ. സോ ഐ വിൽ ബി ടേക്കിംഗ് ദിസ്. സോ വാട്ട് ഇസ് ദിസ്? So this is actually p of x into I minus p into v വരും. So I have to prove that this is equal to 0. Very simple ആണ്. So this is actually inner product x into p comma pi minus p into v വരും because p is self-adjoint by assumption. Now you expand it x in x comma pv minus p square v വരും. Again p square എന്ന് പറഞ്ഞാൽ again p ആണ് by assumption. So that is x pv minus pv തന്നെ വരും. So that is x inner product 0, so which is 0. So ഇവിടെ x ഉം v ഉം arbitrary ആണ്. So this means that ph and ph this I minus p are actually orthogonal. So you get that the p of h and I minus p of h are orthogonal. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ കൂടെ ഉള്ളത്, ഇത് ക്ലോസ്ഡ് ആണ്. സോ പി ഓഫ് എച്ച് ക്ലോസ്ഡ് ആണ്, അല്ല പി ഓഫ് എച്ച് ക്ലോസ്ഡ് അല്ലെങ്കിൽ ഐ മൈനസ് പി ഓഫ് എച്ച് ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. ഓക്കെ, സോ അതിന് വേണ്ടി ഐ വിൽ ഷോ ദാറ്റ് പി ഓഫ് എച്ച് ഇസ് ദ null space of, I'll prove that, so null space closed down, I'll prove that p of h is the null space of your I minus p. ഓക്കെ, സോ ഐ മൈനസ് പി എന്ന് പറഞ്ഞ ഓപ്പറേറ്ററിന്റെ നൾ സ്പേസ് ആണ് പി ഓഫ് എച്ച് എന്ന് ഞാൻ ബേസിക്കലി പി ഐ മൈനസ് പി ഓപ്പറേറ്റേഴ്സ് ആണ് പി ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ റേഞ്ച് ആവുന്നത്, ഐ മൈനസ് പി ഓഫ് എച്ചും റേഞ്ച് ആവുന്നത്. സോ ഐ ഷോ ദാറ്റ് യുവർ പി ഓഫ് എച്ച് ഇസ് ആക്ച്വലി ദ നൾ സ്പേസ് ഓഫ് ഐ മൈനസ് പി. ഓക്കെ, സോ ഫസ്റ്റ് ഐ ഷോ ദാറ്റ് പി ഓഫ് എച്ച് ഞാൻ വൈ എന്ന് വിളിക്കുകയാണ്, എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. സോ ഐ ഫസ്റ്റ് ഷോ ദാറ്റ് വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് ഐ മൈനസ് പി. ഓക്കെ, സോ ഐ ഷോ ദാറ്റ് വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് ദിസ് നൾ സ്പേസ് ഓഫ് ഐ മൈനസ് പി. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ടേക്ക് എനി എലിമെന്റ് ഓഫ് വൈ. സോ എനി എലിമെന്റ് ഓഫ് വൈ വിൽ ബി ഓഫ് ദ ഫോം പി ഓഫ് എക്സ് ആണ്. സോ ഇഫ് യു ടേക്ക് ഐ മൈനസ് പി ഓഫ് എക്സ്, വാട്ട് വിൽ യു ഗെറ്റ്? നൾ സ്പേസ് ആണെങ്കിൽ 0 കിട്ടണം. സോ ദാറ്റ് ഇസ് ആക്ച്വലി വിൽ ബി ഗെറ്റിംഗ് p minus px minus p square x. So this is actually 0. So that means this px belongs to the null space of I minus p. Okay, so that means
Y is a subset of null space of I minus P. Okay. Next, I'll prove that the null space of I minus P is actually a subset of Y. Okay. So null space ഉള്ള ഒരു element എടുക്കുക. So for example ഒരു X എടുക്കുകയാണെങ്കിൽ അയൽപ്പട്ടിൽ കിട്ടും I minus P of X should be 0 വരണം. So that means you have X minus P of X should be 0 വരണം. That means P of X is equal to X. So ഇത് actually എന്ത് കിട്ടും? P of X is equal to X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ X എവിടെ കിടക്കണ്ടേ? X will actually be element of Y because Y is of the form P of H. So you get that your P of H, Y is the null space is actually equal to your Y. You are getting the next null space Y is actually equal to null space of I minus P. Therefore, your Y is closed. So now you have written that you have got that your Y. So this your H can now be decomposed as Y plus that means actually P of H plus I minus P of H എന്ന് എഴുതാം. ആൻഡ് മോർ ഓവർ ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും ക്യാരി ഓവർ ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പി റെസ്ട്രിക്റ്റഡ് ടു വൈ എന്തായിരിക്കും വരിക? പി ഓഫ് വൈ എടുത്തു കഴിഞ്ഞാൽ അഗെയിൻ യു ക്യാൻ റൈറ്റ് വൈ പ്ലസ് ഇസഡ് എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് വൈ എടുക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് പി ഓഫ് വൈ എടുത്തു കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ നമ്മൾ കൊടുത്ത ഡെഫിനിഷൻ പ്രകാരം യു വിൽ ബി ഗെറ്റിംഗ് വൈ ആയിരിക്കും കിട്ടണേ. സോ ദാറ്റ് മീൻസ് പി റെസ്ട്രിക്റ്റഡ് ടു വൈ ഈസ് ഓൾസോ ദ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ. ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും ഇത് സാറ്റിസ്ഫൈ ഉണ്ടാവും. സോ ദാറ്റ് മീൻസ് എന്ത് കിട്ടി? യുവർ പി ഈസ് കറക്റ്റ്ലി ദ പ്രൊജക്ഷൻ. സോ പി പ്രൊജക്ഷൻ ആണ് കിട്ടി. സോ പ്രൊജക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ഏതൊക്കെ പ്രോപ്പർട്ടീസ്? പ്രൊജക്ഷൻ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി സെൽഫ് അഡ്ജോയിൻഡ് ആൻഡ് ഓൾസോ ഐഡംബിൾ. ഈ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എൻ ഇഫ് ആൻഡ് റിലീഫ് കണ്ടീഷൻ ദറ്റ് ഇസ് ആക്ച്വലി യുവർ പ്രൊജക്ഷൻ. ഓക്കെ. സോ ഇനി രണ്ട് മൂന്ന് പ്രോപ്പർട്ടി സിമ്പിൾ ആയിട്ടുണ്ട്. അതിൻ്റെ വേറെ കുറച്ച് കോൺസിക്വൻസസ് ആണ്. ഫോർ എക്സാമ്പിൾ എനി പ്രൊജക്ഷൻ പി ഓൺ എ ഹിൽബർട്ട് സ്പേസ് ഹാസ് ദിസ് പ്രോപ്പർട്ടി പി ഓഫ് എക്സ് കോമ എക്സ് ഇസ് ഈക്വൽ ടു നോം ഓഫ് പി ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഒരു പ്രോപ്പർട്ടി. അതുപോലെ തന്നെ പി ഈസ് പോസിറ്റീവ് വേറൊരു പ്രോപ്പർട്ടി. അതുപോലെ തന്നെ നോം ഓഫ് പി ഈസ് ലെസ് ദാർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ. സോ ആൻഡ് ഓൾസോ നോം ഓഫ് പി ഈസ് ഈക്വൽ ടു 1 if your this is non-zero. This is non-trivial operator. P of H non-trivial ആണെങ്കിൽ your norm will be actually be equal to 1. Okay, so these are some simple properties. Very simple ആണ്. ആദ്യത്തെ പ്രോപ്പർട്ടി തന്നെ എടുക്കാം. ഓക്കെ. സോ ഫസ്റ്റ് പി എക്സ് എക്സ് എടുത്തു. ദിസ് നമുക്കറിയാം പ്രൊജക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത് സെൽഫ് അഡ്ജോയിൻറ്റും ആയിരിക്കും ഐഡം പൊട്ടൻറ്റും ആയിരിക്കും. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പി സ്ക്വയർ എക്സ് കോമ എക്സ് എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ആക്ച്വലി പി എക്സ് കോമ പി എക്സ് എന്ന് വരും ബൈ സെൽഫ് അഡ്ജോയിൻറ്റ് മീൻസ് ദാറ്റ് ഈസ് norm of p of x square. Very simple proof. Okay. Now since norm of p of x is greater or equal to 0, automatically this thing will be, so this x is arbitrary or p is automatically positive. Okay. And also you have this, now you have got norm of p of x square is actually equal to p of x x. Now you apply the Cauchy's inequality. So this is less than Cauchy-Schwarz inequality. This is less than equal to norm of p of x into norm of x varum. So when norm x is not less than not 0, we'll be getting norm of p of x is less than equal to norm x varum. That means your norm of p of x by norm of x is less than equal to 1. So that means norm p is, so as when you apply the limit, so since x is arbitrary, you'll be getting norm p is less than equal to 1. Okay. And moreover, if p of h is, സോ ബേസിക്കലി പി ഓഫ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ട്രിവിയൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വൈ നോൺ ട്രിവിയൽ ആണെങ്കിൽ വൈയിലുള്ള എലമെൻ്റാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പി ഓഫ് എക്സ് എന്താ വരിക? വൈയിലുള്ള ഒരു എലമെന്റ് എടുത്തു. സോ നിങ്ങളുടെ വൈ നോൺ ട്രിവിയൽ ആണ്. ഓക്കെ. സോ വൈയിലുള്ള ഒരു എലമെന്റ് എടുക്കുക. വൈ എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ പി ഓഫ് വൈ എന്ത് വരും? പി ഓഫ് വൈ വിൽ ബി സിംപ്ലി വൈ. ഓക്കെ. സോ ദാറ്റ് മീൻസ് ദെൻ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് ആസ് നോം ഓഫ്, ഇൻ ദാറ്റ് കേസ് യു വിൽ ബി ഗെറ്റിംഗ് നോം വൈ ബൈ നോം വൈ തന്നെ വരും. സോ യു വിൽ ബി ഗെറ്റിംഗ് 1. സോ നിങ്ങളുടെ വൈ നോൺ ട്രിവിയൽ ആണ്, പി ഓഫ് എച്ച് നോൺ ട്രിവിയൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ നോം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. So these are some interesting proofs in this section. Okay, so we'll stop here. Okay, thank you.